ഇന്ത്യയുടെ ചെറു ഉപഗ്രഹം EOS-8 ഇന്ന് വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:17 വിക്ഷേപണം. വിവരങ്ങൾ പ്രസാദ് കാളിദാസൻ നൽകും. പ്രസാദ്, ഈ ഉപഗ്രഹം എന്തൊക്കെ സാധ്യതകളാണ് ഒരുക്കുക? ഫിജി ഇന്ന് 9:17 ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇപ്പോൾ ഇന്ത്യയുടെ കുഞ്ഞൻ വിക്ഷേപണ വാഹനമായ SSLVയിൽ EOS-08 എന്ന ഉപഗ്രഹം വിക്ഷേപണത്തിന് ഒരുങ്ങുന്നത് 9:17 കൃത്യം സമയം പറഞ്ഞാൽ. ഇത് കൂടുതലും പരിസ്ഥിതി പഠനത്തിനും ഭൗമ നിരീക്ഷണത്തിനുമായി ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഉപഗ്രഹം കൂടിയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പഠനത്തിനും അതേപോലെ ദുരന്ത മേഖലകൾ കൂടുതൽ നിരീക്ഷിക്കാനും വെളിച്ചക്കുറവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കി നല്ല രീതിയിൽ നല്ല ദൃശ്യങ്ങൾ ഭൂമിയിലേക്ക് അയക്കാനും സാധിക്കുന്ന ഒരു ഉപഗ്രഹം കൂടിയാണ് ഈ EOS-08 എന്ന് പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ വലിയൊരു സാധ്യതയാണ് ഇപ്പോൾ തുറന്നു കിട്ടുന്നത്. കാരണം ഇപ്പോൾ SSLVയുടെ മൂന്നാമത്തെ വിക്ഷേപണമാണ് ഇന്നിപ്പോൾ 9:17 നടക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് 2 തവണ 2022-ലും 2023-ലും SSLVയുടെ വിക്ഷേപണങ്ങൾ നടന്നിട്ടുണ്ട്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന വിഭാഗത്തിൽ വരുന്നതാണ്. 500 കിലോയിൽ താഴെയുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു SSLV എന്ന് പറയുന്നൊരു വിക്ഷേപണ വാഹനങ്ങൾ തന്നെ ഇന്ത്യ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം PSLV വിക്ഷേപണങ്ങൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. എന്നാൽ PSLVകളിൽ ഏറ്റവും ഭാരം കൂടിയ സാറ്റലൈറ്റുകൾ ആണ് കൂടുതലും വിക്ഷേപിക്കാൻ സാധിക്കുക. അതുമാത്രമല്ല, കൂടുതൽ ഉയരത്തിലേക്ക് കൂടുതൽ ദൂരത്തിലേക്ക് എത്താൻ സാധിക്കുന്ന തരത്തിലാണ് PSLVയുടെ ലോഞ്ച് PSLVയുടെ വിക്ഷേപണം എന്ന് പറയുന്നത്. PSLV പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് അത്തരം കാര്യങ്ങൾക്കാണ്. എന്നാൽ SSLV എന്ന് പറയുന്നത് ഭൂമിക്കടുത്തായിട്ട് ഭൂമിയെ ചുറ്റാൻ വേണ്ടി പാകത്തിനുള്ള ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കുക എന്നൊരു ദൗത്യത്തോടെയാണ്. മാത്രമല്ല, ഒരു PSLV അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് വിക്ഷേപണ വാഹനങ്ങളെ സംബന്ധിച്ച് SSLVക്ക് ഇതെല്ലാം ഘടിപ്പിച്ചെടുക്കാൻ, SSLVയുടെ ഭാഗങ്ങളെല്ലാം പൂർണ്ണമായും ഉണ്ടാക്കിയെടുത്ത് അതിന് വിക്ഷേപണത്തിലേക്ക് എത്തിക്കാൻ കേവലം ഒരാഴ്ച സമയം മതി. അല്ലെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ ഒരു SSLV വാഹനം പൂർണ്ണമായും നിർമ്മിച്ചെടുത്ത് വിക്ഷേപണത്തിന് ഒരുക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യയുടെ മറ്റ് വാഹനങ്ങളാണെങ്കിൽ മറ്റ് വിക്ഷേപണ വാഹനങ്ങൾ തീർച്ചയായും 1-1.5 മാസം എന്തായാലും ഘടിപ്പിച്ച് വിക്ഷേപണത്തിന് ഒരുങ്ങാൻ സമയമെടുക്കും. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ SSLV കൂടുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് കൂടുതൽ സാധ്യത നൽകാൻ പോകുന്നത്. കാരണം മുൻപ് തന്നെ ഇന്ത്യക്ക് 21ഓളം അല്ലെങ്കിൽ അതിലും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചൊരു ചരിത്രമുണ്ട് ഇന്ത്യക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ഉപഗ്രഹങ്ങൾ പല രാജ്യങ്ങളും അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുന്ന പല രാജ്യങ്ങളുടെയും ഉപഗ്രഹങ്ങൾ ഇത്തരത്തിൽ PSLVയിൽ എത്തിക്കണമെങ്കിൽ ഒരു കൊല്ലം തന്നെ ഒരു 4 PSLV വിക്ഷേപണം മാത്രമേ നമുക്ക് സാധിക്കൂ. എന്നാൽ SSLVയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഒരു 4 വിക്ഷേപണത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ധാരാളം സാധ്യതകൾ അല്ലെങ്കിൽ ധാരാളം ഉപഗ്രഹങ്ങൾ നമുക്ക് കൂടുതൽ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത SSLVയെ കുറിച്ച് പറയാനുള്ളത്, SSLVയിൽ നമ്മൾ ഖര ഇന്ധനമാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ ഖര ഇന്ധനം പൂർണ്ണമായും ഈ ഒരു പേടകത്തിൽ നിറച്ചു കഴിഞ്ഞാൽ ഇന്ധനം നിറച്ച് എത്ര വേണമെങ്കിലും നമുക്ക് വിക്ഷേപണത്തിന് മുൻപായി സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതായത് വിക്ഷേപണത്തിന് സാധാരണ കണ്ടുവരുന്നത് അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കാൻ സാധിക്കുന്നത് PSLV വിക്ഷേപണ വാഹനങ്ങളിൽ ഒരു വിക്ഷേപണത്തിന് തൊട്ടു മുൻപ് മാത്രമേ നമുക്കതിൽ ഇന്ധനം നിറയ്ക്കാൻ പറ്റൂ. PSLVകളിൽ നമ്മൾ ഖര ഇന്ധനവും ദ്രവ ഇന്ധനവുമാണ് ഉപയോഗിക്കാറ്. എന്നാൽ ഈ ഒരു SSLVയിൽ ഖര ഇന്ധനമാണ് പൂർണ്ണമായും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖര ഇന്ധനം നേരത്തെ തന്നെ ഈ ഒരു വിക്ഷേപണത്തിൽ നിറച്ച് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു SSLV വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും നമുക്ക് കൃത്യമായി നേരത്തെ ഒരു ചെറിയൊരു പ്ലാനിങ്ങോട് കൂടി തന്നെ ഒരാഴ്ച സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു വാഹനം ഘടിപ്പിച്ച് അതിന്റെ വിക്ഷേപണം വരെ നടത്താൻ സാധിക്കും. അതിലാണ് ഇപ്പോൾ ശരി കാളിദാസൻ. എന്തായാലും 9:17 ഈ ഒരു ചെറു ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നടക്കുക. EOS-8 ഇന്ന്
വിക്ഷേപിക്കുകയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:17 വിക്ഷേപണം ഉണ്ടാകും.